കടിയേറ്റാൽ ഉടൻ തന്നെ എന്തു ചെയ്യണം? ജീവൻ രക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃത്യമായ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും പാലിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങൾ നോക്കാം. പാമ്പ് കടിയേറ്റ വ്യക്തി പരിഭ്രമിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരിഭ്രമം മൂലം ഹൃദയമിടിപ്പ് കൂടുകയും രക്തയോട്ടം വേഗത്തിലാക്കുകയും ചെയ്യുന്നത് വിഷം വേഗത്തിൽ ശരീരത്തിൽ വ്യാപിക്കാൻ കാരണമാകും. കടിയേറ്റ ഭാഗം അമിതമായി ഇളകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാധിക്കുമെങ്കിൽ ഒരു താങ്ങ് ഉപയോഗിച്ച് ആ ഭാഗം നിശ്ചലമാക്കി വെക്കുക. ഒട്ടും സമയം കളയാതെ ആന്റിവെനം ലഭ്യമായ തൊട്ടടുത്തുള്ള വലിയ ആശുപത്രിയിൽ രോഗിയെ എത്തിക്കുക. കടിച്ച ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് മൃദുവായി കഴുകി വൃത്തിയാക്കാവുന്നതാണ്. കടിയേറ്റ ഭാഗത്ത് നീര് വരാൻ സാധ്യതയുള്ളതിനാൽ മോതിരം, വള, പാദസരം, വാച്ച് തുടങ്ങിയവ ഉടൻ തന്നെ ഊരി മാറ്റണം. ആ ഭാഗം കീറി രക്തം കളയാനോ വിഷം വായ കൊണ്ട് വലിച്ചെടുക്കാനോ ഒരിക്കലും ശ്രമിക്കരുത്. മുറിവിന് മുകളിൽ തുണിയോ ചരടോ ഉപയോഗിച്ച് രക്തയോട്ടം പൂർണ്ണമായും നിലയ്ക്കുന്ന രീതിയിൽ വലിഞ്ഞു മുറുക്കി കെട്ടരുത്. ഇത് ആ ഭാഗം അഴുകിപ്പോകാൻ കാരണമായേക്കാം. പാമ്പിനെ തിരിച്ചറിയുക. കടിച്ച പാമ്പിനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് ചികിത്സ എളുപ്പമാക്കും. എന്നാൽ പാമ്പിനെ പിടിക്കാനോ കൊല്ലാനോ ശ്രമിച്ച് സമയം കളയരുത്. മന്ത്രവാദം, പച്ചമരുന്ന് തുടങ്ങിയ നാട്ടുചികിത്സകൾ തേടി സമയം പാഴാക്കുന്നത് മരണത്തിന് കാരണമായേക്കാം. കടിയേറ്റ ഭാഗത്തെ വേദന, തരിപ്പ്, കാഴ്ചമങ്ങൽ, ശ്വാസതടസ്സം എന്നിവ ശ്രദ്ധിക്കുകയും ഡോക്ടറെ അറിയിക്കുകയും ചെയ്യുക. ഓർക്കുക, എല്ലാ പാമ്പുകളും വിഷമുള്ളവയല്ല, എന്നാൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ശാസ്ത്രീയമായ ചികിത്സയിലൂടെ പാമ്പ് വിഷബാധയിൽ നിന്നും ജീവൻ പൂർണ്ണമായും രക്ഷിക്കാനാകും.